കഴിഞ്ഞ വീഡിയോയിൽ ഒപ്റ്റിമൈസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കുറേ കൂടെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ അത് കുറേ കൂടെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മൊത്തം നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല ഇതെങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനകത്ത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒപ്റ്റിമൈസർ വേഴ്സസ് മൈക്രോ ഇൻവെർട്ടേഴ്സ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഒപ്റ്റിമൈസർ എന്ന് പറയുന്നത് ഓരോ പാനലിൻ്റെയും മാക്സിമം പവർ പോയിന്റ് ട്രാക്ക് ചെയ്ത് അതിന് ഡി സി കറണ്ടായിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് താഴേക്ക് ഒരു ഇൻവെർട്ടറിലേക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അതേസമയം മൈക്രോ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള അറേഞ്ച്മെൻ്റ് ആണ്. മേളിൽ ഇരുന്ന ഈ പറഞ്ഞ മാക്സിമം പവർ പോയിന്റ് ട്രാക്കിങ്ങും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ എ സി ടു എ സി കൺവേർഷൻ നടത്തി എ സി കറണ്ട് താഴത്തേക്ക് തരും. ഇത് കൊണ്ടുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമുക്കിനി മനസ്സിലാക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഒപ്റ്റിമൈസേഴ്സിനെ മൈക്രോ ഇൻവെർട്ടേഴ്സിനെ അപേക്ഷിച്ചിട്ടുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത് അതിനൊരു സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ ഉണ്ട് എന്നുള്ളതാണ്. കാര്യം നമ്മൾ ഒരു 10 പാനൽ വെച്ചിരിക്കുന്നു, അതിന് 10 ഒപ്റ്റിമൈസറും വെച്ചിരിക്കുന്നു. കാര്യം ശരിയാണ്, 10 പാനലും ട്രാക്ക് ചെയ്യപ്പെടും, 10 പാനലും മോണിറ്റർ ചെയ്യപ്പെടും, എല്ലാം ശരിയാണ്. പക്ഷേ ഈ 10 പാനലിൻ്റെ ഔട്ട്പുട്ട് കൂടെ ചേർന്ന് ഡി സി കറണ്ട് വന്ന് ചേരുന്നത് ഒരു ഇൻവെർട്ടറിലേക്കാണ്, താഴെ വെച്ചിരിക്കുന്ന ഒരു ഇൻവെർട്ടറിലേക്കാണ്. ആ ഇൻവെർട്ടറാണ് ഈ പറഞ്ഞ ഡി സി കറണ്ടിനെ പിന്നീട് കൺവേർട്ട് ചെയ്ത് എ സി കറണ്ടായിട്ട് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് തരുന്നത്. ഇതിനകത്തൊരു കുഴപ്പമുണ്ട്, കൺവേർഷൻ നടത്തുന്ന ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആയാൽ മൊത്തം സിസ്റ്റം ഫെയിൽ ആയത് നമ്മുടെ പ്രൊഡക്ഷൻ കുറയും. അതേസമയം മൈക്രോ ഇൻവെർട്ടേഴ്സിനും അതിനെ അപേക്ഷിച്ചിട്ടുള്ള അഡ്വാൻറ്റേജ് ഇതാണ്. അതായത് ഒരു മൈക്രോ ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആയാൽ ആ ഒരു മൈക്രോ സോളാർ പാനലിൻ്റെ പ്രൊഡക്ഷൻ മാത്രമേ നമുക്ക് നഷ്ടപ്പെടുന്നുള്ളൂ, ബാക്കിയുള്ള എല്ലാ പാനലിൻ്റെയും പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസിന് സമയമെടുത്ത് ടോട്ടൽ നമ്മുടെ ജനറേഷനിൽ വരുന്ന എനർജിയിൽ നമുക്ക് നഷ്ടം കുറവ് മൈക്രോ ഇൻവെർട്ടേഴ്സ് വയ്ക്കുമ്പോഴാണ്. ഇതാണ് ജനറലി കമ്പയർ ചെയ്യുന്നൊരു കാര്യം. പക്ഷേ ഈ കമ്പാരിസൺ മാത്രം പോരാ. ഈ എന്ന് വെച്ചാൽ കുറേ കൂടെ ഡീറ്റെയിൽസ് ഈ പ്രോഡക്റ്റുകളെ അടുത്തറിയുമ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, മൈക്രോ ഇൻവെർട്ടേഴ്സിന് പൊതുവെ വില കൂടുതലാണ് എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഒന്നുകിൽ ഒപ്റ്റിമൈസർ അല്ലെങ്കിൽ സ്ട്രിംഗ് ഇൻവെർട്ടേഴ്സിലേക്ക് പോകുന്നത്. പക്ഷേ മൈക്രോ ഇൻവെർട്ടേഴ്സിൻ്റെ വില തീരുമാനിക്കപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ ഗുണവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി സി സർജ് എന്ന് പറയും. അതായത് ഡി സി കറണ്ടാണല്ലോ നമ്മുടെ വീടിൻ്റെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കറണ്ടാണ് ഡി സി കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പാനലിന് ഏകദേശം 50 വോൾട്ട് എനർജി ഉണ്ടെന്ന് വിചാരിക്കുക. 50 വോൾട്ട്, 50 പി, ഇങ്ങനെ 50 വോൾട്ട് എനർജി ഉണ്ടെങ്കിൽ 10 പാനൽ വയ്ക്കുമ്പോൾ ഏകദേശം 500 വോൾട്ടായി. 500 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, 500 വോൾട്ട് വോൾട്ടേജ് ആണ് നമ്മുടെ വീടിൻ്റെ മേലിൽ ഡി സി കറണ്ട് നിൽക്കുന്നത്. അതിനെയാണ് നമ്മളൊരു ഡി സി കേബിൾ വഴി താഴത്തേക്ക് കൊണ്ടുവരുന്നത്. ഒരു കമ്പാരിസൺ ഉണ്ട്, നമ്മുടെ കൊച്ചി മെട്രോ റെയിലിൻ്റെ ഏകദേശം അത് ഓപ്പറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 750 ആണ്, ഇത് 500 ആണ് നമ്മുടെ വീടിന് വേണ്ടിയിരിക്കുന്നത്. ഈ 500 വോൾട്ടാണ് ഈ താഴത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വന്നിട്ട് നമ്മൾ സാധാരണ ഇൻവെർട്ടറിലേക്ക് കൊടുക്കുന്നത്. അതേസമയം മൈക്രോ ഇൻവെർട്ടർ ചെയ്യുന്ന കാര്യം എന്താ? മൈക്രോ ഇൻവെർട്ടർ ചെയ്യുന്ന കാര്യം മേലിൽ നിന്ന് ഒരു പാനലിൻ്റെ ഏകദേശം 50 വോൾട്ടിനെ മാത്രമേ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. 50 വോൾട്ടിനെ ഹാൻഡിൽ ചെയ്ത് അതിനെ എ സി കറണ്ടാക്കി 50 വോൾട്ട് എ സി ആണ് താഴത്തേക്ക് കൊടുക്കുന്നത്. ഒന്ന്, ഡി സിയിൽ അത്ര ഡേഞ്ചറസ് അല്ല എ സി. അപ്പോൾ എ സി കറണ്ട് താഴത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അതും ഓരോ പാനലിൻ്റെയും ഓരോന്നായിട്ട് ഡ്രോ ചെയ്തുകൊണ്ട് വലിയ വോൾട്ടേജിലുള്ള തരത്തിലുള്ള ഇടപാടുകളൊന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ റിസ്ക് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു കാര്യം വളരെ ഒരു സേഫ്റ്റി ഫാക്ടറുണ്ട്. രണ്ടാമത്തെ കാര്യം, മൈക്രോ ഇൻവെർട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ലോസ്. നമ്മുടെ ഡി സി കറണ്ട് എല്ലാം കൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതൊരു കേബിൾ വഴി താഴേക്ക് വിടുമ്പോൾ വരുന്ന ലോസ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഡി സി അപ്പം തന്നെ എ സി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എ സി വഴി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എഫിഷ്യൻസിയിൽ വരുന്ന ലോസ് അല്ലെങ്കിൽ ഈ എ സി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഡി സി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും തമ്മിൽ വരുന്ന വ്യത്യാസം കുറേ കൂടെ ബെറ്റർ പെർഫോമൻസ് വരുന്ന നമ്മുടെ മൈക്രോ ഇൻവെർട്ടേഴ്സാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി കോസ്റ്റ് വൈസ് അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് കൊടുക്കുമ്പോൾ കോസ്റ്റ് കൂടുതലുള്ള സംശയമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 15 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ 15 വർഷത്തേക്ക് നമുക്ക് ഇത് പ്രോഡക്റ്റ് വയ്ക്കാം. പിന്നീട് മാർക്കറ്റിൽ വരുന്ന ഏത് പാനൽ വേണമെങ്കിലും പുതിയ മൈക്രോ ഇൻവെർട്ടർ മേടിച്ച് ആഡ് ഓൺ ചെയ്യും എന്നൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ 15 വർഷം വാറണ്ടി കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ സാധാരണ ഇൻവെർട്ടർ മേടിച്ചാൽ നമുക്ക് 8 തൊട്ട് 10 വർഷം വരെ കിട്ടുന്നത്. 8 ഇരിക്കട്ടെ, 2 ഇൻവെർട്ടർ മേടിച്ച് വെക്കണം ആ പൈസയ്ക്ക്. ഇപ്പോൾ ഇരട്ടി വിലയാണ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ആ പൈസയ്ക്കാണ് നമ്മുടെ 15 വർഷത്തേക്ക് ഇങ്ങനൊരു സംഗതി വയ്ക്കുന്നത്. 30 വർഷത്തേക്ക് സോളാർ പാനൽ വയ്ക്കുമ്പോൾ 15 വർഷത്തേക്ക് നമ്മൾ മൈക്രോ ഇൻവെർട്ടറും കൂടെ വയ്ക്കുന്നത്
കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ ഇൻവെർട്ടർ വെച്ചിട്ട് സിസ്റ്റം ചെയ്യുന്നതിന് പാരലാവുന്നതേ ഉള്ളൂ. പക്ഷേ അപ്പ് ഫ്രണ്ട് കോസ്റ്റ് കൂടുതലാവും എന്നുള്ള ഒരൊറ്റ ഡിസഡ്വാൻറ്റേജ് മൊത്തത്തിൽ ഇതിനകത്ത് കാണുന്നുള്ളൂ. അല്ലെങ്കിൽ മൈക്രോ ഇൻവെർട്ടർ ബെസ്റ്റ് ആവും.